ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ അതൊരു അതിഗംഭീര സിനിമയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ സംവിധായകൻ, പ്രൊഡ്യൂസർ, അതിലെ അഭിനേതാക്കൾ, ഇനി മറ്റൊരു കാറ്റഗറി കൂടിയുണ്ട്. അത് അധികം ആർക്കും അറിയില്ല. യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടുന്ന ഞങ്ങളെപ്പോലത്തെ കുറച്ച് ആളുകളാണ്. കാരണം ഗംഭീര സിനിമയാണെങ്കിൽ നമുക്ക് ഗംഭീര അഭിപ്രായം പറയാം. ആ വീഡിയോ കാണുന്ന ആളുകൾക്കും സന്തോഷം, നമുക്കും സന്തോഷം, സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും സന്തോഷം. പക്ഷേ ഒരു സബ്സ്റ്റാൻഡേർഡ് സിനിമയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടും, ഒരു വിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. അതൊരു ക്ലാഷ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമയും ഗംഭീരമായിരിക്കണം എന്നാണ് പ്രാർത്ഥിക്കാറ്. ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് ഒരു റിവ്യൂ ഇട്ടിരുന്നു. ആ റിവ്യൂവിന് കിട്ടിയ ചില കമന്റുകളാണ്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ഞാൻ ചാനൽ ഇറക്കി ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന സിനിമ ഉണ്ട്. ആ സിനിമയെക്കുറിച്ച് നമുക്ക് ആദ്യം പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, ദിലീപ് എന്ന നടൻ ഒരു ആക്ട് ബിഹേവ് മോഡിലേക്ക് മാറി എന്നുള്ളതാണ്. ഇടക്കാലത്ത് അദ്ദേഹം അത്തരം സിനിമകൾ ചെയ്തിരുന്നുവെങ്കിൽ പോലും പിന്നീട് വീണ്ടും പഴയ ട്രാക്കിലേക്ക് വരികയാണ്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് കുറെ കൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു അഭിനേതാവിനെ കണ്ടതുപോലെ എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം, സിദ്ദിഖ് കോമഡികളാണ്. സിദ്ദിഖ് സർ പൊളിച്ചടുക്കി എന്ന് വേണം പറയാനായിട്ട്. അത്രയും പൊട്ടിച്ചിരിക്കാനുള്ള തമാശ രംഗങ്ങൾ അദ്ദേഹം ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൗണ്ടറുകളും ടൈമിങ്ങും എക്സ്പ്രഷൻസും എല്ലാം ഗംഭീരമായിരുന്നു. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇതിന്റെ സസ്പെൻസ് എന്തായിരിക്കും എന്നുള്ള ഏകദേശം ഒരു, അതായത് വില്ലൻ ആരായിരിക്കും എന്നും വില്ലന്റെ ജോലി എന്തായിരിക്കും എന്നുള്ളതും നമുക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷേ ആ സസ്പെൻസ് നൈസായിരുന്നു. അതിനോടൊപ്പം ഒരു പസിൽ സോൾവ് ചെയ്തിട്ട് ക്രൈം സോൾവ് ചെയ്യൂ എന്ന് പറയുന്ന ആ ബി ഉണ്ണികൃഷ്ണൻ സെയിം രീതി ഈ സിനിമയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ക്യാമറ, വിഷ്വൽസ്, എഡിറ്റിംഗ് അതൊക്കെ ഈ സിനിമ ആവശ്യപ്പെടുന്ന തരത്തിൽ ഡീസന്റ് ആയിരുന്നു. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, ഇതിലൊരു ഫ്രണ്ട്ഷിപ്പ് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് സിനിമ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ രംഗം അല്ലെങ്കിൽ ആ ഒരു സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഒരു മെസ്സേജ്, വിക്കുള്ള വക്കീൽ. നിങ്ങൾക്ക് ഒരു കാര്യം വളരെ ഇഷ്ടമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, ആ കാര്യം ചെയ്യാൻ വേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്താണോ ആ കാര്യത്തിൽ നിങ്ങൾ പുറകിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ദാറ്റ് വാസ് അമേസിംഗ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത പോയിന്റുകളിലേക്ക് വരാം. ദിലീപ് എന്ന നടൻ അദ്ദേഹം ഒരു ബിഹേവ് മോഡിലേക്ക് മാറിയ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ അജു വർഗീസ് വളരെ അരോചകമായിരുന്നു. ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് വളരെ തമാശയ്ക്ക് വേണ്ടി തമാശ പറയാൻ ശ്രമിക്കുന്ന വാട്സ്ആപ്പ് കോമഡി നിലവാരത്തിലേക്കുള്ള ഡയലോഗുകളിലേക്ക് ഒതുങ്ങിപ്പോയി എന്നെനിക്ക് തോന്നി. സിദ്ദിഖ് സാറിന്റെ കോമഡിയിലെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ 1-2 ഡയലോഗുകൾ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. സ്വന്തം മകനോട് അമ്മയെ കുറിച്ച് ഇനി ഇവളുടെ കൂടെ വേണമല്ലോ പോയി കിടക്കാൻ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഡയലോഗുകൾ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ സിനിമയുടെ ട്വിസ്റ്റ് അതിഗംഭീരമാണ്, നല്ലൊരു ട്വിസ്റ്റാണ്. പക്ഷേ ഈ ഒരു പാറ്റേൺ നമ്മുടെ ദിലീപേട്ടൻ കുറച്ച് നാളത്തേക്കൊന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കും എന്ന് തോന്നി. നിരപരാധിയായ ഒരാളെ സിസ്റ്റം ഒരു അപരാധിയാക്കി മാറ്റുന്നു. അയാൾ എല്ലാവരും ഒറ്റപ്പെടുന്നു. അവസാനം സ്വന്തം ബുദ്ധിയും കഴിവൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം അതിൽ നിന്ന് മറികടക്കുന്നു, പുറത്തേക്ക് വരുന്നു. ഈ തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് എൻ്റെ ഒരു തോന്നലാണ്. സംവിധാന മികവിനെ കുറിച്ച് കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാട്ടും കുറച്ച് സൂഹിക്കാൻ പറ്റാത്ത, ചിരിക്കാൻ പറ്റാത്ത കോമഡികളും ഒഴിവാക്കിയിരുന്നെങ്കിൽ ഗംഭീരമായി. പിന്നെ ഒരു കാര്യം പറയേണ്ടത് ഈ സിനിമയുടെ BGM-നെ കുറിച്ചാണ്. വളരെ ഗംഭീരമായിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ BGM വർക്ക്. കാരണം അമ്മ കഞ്ഞിയുമായിട്ട് വരുമ്പോൾ ഒരു BGM ആണ്, കസേരയിൽ ഇരുന്ന് കഴിയുമ്പോൾ മറ്റൊരു BGM ആണ്, കഞ്ഞി പകർന്നു കഴിയുമ്പോൾ ഒരു BGM, കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു BGM, അങ്ങനെ BGM-കൾ ഒരുപാടുണ്ട് ഈ സിനിമയിൽ. എങ്കിലും ഈ പറഞ്ഞ നെഗറ്റീവ്സ് വളരെ കുറച്ച് മാത്രം, വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമയാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.